ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പല ആളുകളുടെയും ഒരു സംശയമാണ്, വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത്. അഥവാ അവരെന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും, അത് നേടാൻ അല്ലെങ്കിൽ അത് അവർക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. എങ്ങനെ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അവരുടെ ആഗ്രഹം പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ആവുകയും ചെയ്യും. അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാം. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്, സെയിം ആഗ്രഹം ആ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം വേറൊരാൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നടക്കത്തില്ല. ക്ലിയർ ആയോ? എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തോട്ടിനെയും ഒരു വ്യക്തിയുടെ ഡ്രീമിനെയും ബേസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യം ആ വ്യക്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടി വേണമെങ്കിൽ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. അതുവഴി ആ വ്യക്തിക്ക് അത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റ് കൂടി ചെയ്യും. അപ്പോൾ ആ വ്യക്തി കൂടി ആഗ്രഹിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിൻ്റെ കൂടെ തന്നെ രണ്ടാമത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആ വ്യക്തിയുടെ ഡ്രീമുമായിട്ട് ആ വ്യക്തിയുടെ തോട്ട്സും ഫീലിങ്സും അലൈൻഡ് ആയിരിക്കണം. അതും നിർബന്ധമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വൈഫിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മനസ്സിലായോ? അവർ കൂടി അത് ആഗ്രഹിക്കണം എന്ന് മാത്രം. ചില എക്സാമ്പിളുകളും എങ്ങനെയാണ് ആ പ്രാക്ടീസുകൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ക്ലിയർ ആയോ? അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരും അത് ആഗ്രഹിക്കണം, അവരുടെ തോട്ട്സും ഡ്രീംസും തമ്മിൽ അലൈൻഡ് ആവണം, ഒരേ വൈബ്രേഷൻ ഫ്രീക്വൻസി ആയിരിക്കണം, നമ്മൾ പരിചയമുള്ള ആളായിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ അത് പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു വ്യക്തി ഒരു കാര്യം ആഗ്രഹിക്കാതെ നമുക്ക് ആ വ്യക്തിക്ക് അത് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അത് നടക്കില്ല. ക്ലിയർ ഇറ്റ്? ഓക്കെ. ഇനി നമുക്ക് സ്റ്റെപ്പുകൾ നോക്കാം. എക്സാമ്പിളായിട്ട് ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ സുഹൃത്താണ്. ആൾക്കൊരു വിസ റെഡി ആവാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ട്, അവർക്ക് കുട്ടികളായിട്ടില്ല, അപ്പോൾ അവർക്ക് കുട്ടികളാവാൻ വേണ്ടിയിട്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലേണിങ്ങിൽ നല്ല സ്കില്ലുണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കൾക്ക്, ഹസ്ബൻഡിന്, വൈഫിന്, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കും മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. രണ്ട് രീതിയാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ടുള്ളത്. പല രീതികളുണ്ട്, ഏത് രീതി വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യാറുള്ളത്, ഒന്ന്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രെയർ ഉണ്ട്, പ്രാർത്ഥന. ഈ പ്രാർത്ഥന നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 2 വീക്സോ 3 വീക്സോ കണ്ടിന്യൂസ് രാത്രിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ സ്വപ്നം പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പ്രാർത്ഥന ഞാൻ ആദ്യം ഒന്ന് പറയാം, പിന്നീട് ചെയ്യേണ്ട പ്രാക്ടീസുകളും പറയാം. ഓക്കെ. ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്. അവൾ അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും ഒരാളായിരിക്കും, ആ വ്യക്തിയുടെ പേരും നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ വ്യക്തി, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ അശ്വതി എന്നുള്ളൊരു പേര് എടുക്കുകയാണ്. ഓക്കെ, എക്സാമ്പിളായിട്ട് പറയാണ്. അശ്വതിക്ക് അശ്വതി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നൽകുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് എന്നുള്ളതാണ് അഫർമേഷൻ. ഇനി അവിടെ പേര് മാറുന്നതിനനുസരിച്ച് അശ്വതി എന്നുള്ള സ്ഥലത്ത് വേറൊരു പേരാണ് എന്ന് വിചാരിക്കുക. എങ്കിലും ഇതുപോലെ തന്നെയാണ് വരിക. ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നേരെ മറിച്ച് എൻ്റെ പകരം ഒരു ലേഡിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നന്ദിയുള്ളവളും
അതുപോലെ തന്നെ സന്തോഷവതിയുമാണ് എന്നുള്ള രീതിയിൽ അവസാനം ചേഞ്ച് ചെയ്യാം. അത് കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങളൊന്ന് മാറ്റി കൊടുത്താൽ മതി. പ്രയർ സെയിം തന്നെയാണ്, പേര് മാറ്റി കൊടുക്കണം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രത്യേക സ്റ്റെപ്പ് ഉണ്ട്, അതൊന്ന് പറയാം. രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു 10ഓ 20ഓ ബ്രീത്തിങ് ചെയ്യുക. മൈൻഡിനെ ജസ്റ്റ് ഒന്ന് കാമാക്കുക. എന്നിട്ട് മനസ്സിൽ കണ്ണടച്ചുകൊണ്ട് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട്, ഇപ്പം അർജുനാണെങ്കിൽ അർജുന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം നൽകുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് എന്നുള്ള രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ക്ലിയർ ആയോ? ഇനി മോർണിംഗിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മോർണിംഗിൽ നമ്മൾ എണീക്കുന്ന സമയത്ത് എന്താണോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം ആ വ്യക്തിക്ക് ലഭിച്ചതായിട്ട് എൻഡ് റിസൾട്ട് മനസ്സിൽ കാണുക, അത് മാക്സിമം ഫീൽ ചെയ്യുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു വിസ മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ ആ വ്യക്തിക്ക് വിസ കിട്ടുന്നതും, അത് അദ്ദേഹം വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മൾ യാത്ര അയക്കാൻ പോകുന്നതും, അങ്ങനെയുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ പോയി ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ അതൊക്കെ 1, 2, 3 സിറ്റുവേഷൻസ് എടുത്ത് ഡീപ്പായിട്ട് ഫീൽ ചെയ്ത് മനസ്സിൽ കൃത്യമായി അത് കണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. ഓക്കെ, ഇനി ഇപ്പോൾ ഒരാൾക്കൊരു ബേബി ആവുന്നത്, കുട്ടിയാവുന്നതാണ് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നതെങ്കിൽ അവർ പ്രസവിച്ചതിന് ശേഷം കുട്ടീനെ കളിപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് മിഠായി കൊടുക്കുന്നതും അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സും ആ കുട്ടിയുടെ പല ചടങ്ങുകളും നടത്തുന്നതും, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ മനസ്സിൽ മാക്സിമം ഫീൽ ചെയ്തുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യാവുന്നതാണ്. ഇനി റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടീസുകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആരുടെ കൂടെയാണോ സെറ്റ് ആവേണ്ടത് അല്ലെങ്കിൽ ആരുമായിട്ടാണോ സിങ്കായിട്ട് പോകേണ്ടത് അവരുമായിട്ട് നല്ല അടുപ്പത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്ത് അത് മാക്സിമം ഫീൽ ചെയ്യുക. അപ്പോൾ അതും നടക്കും. ഇതൊക്കെ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒന്നില്ലെങ്കിൽ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, കൊളീഗ്സ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്തു കൊടുക്കാവുന്നതാണ്. മനസ്സിലായോ? യാതൊരു ബന്ധമില്ലാത്ത, നേരിട്ട് പരിചയമില്ലാത്ത ആളുകൾക്ക് ഇത്തരത്തിൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവത്തില്ല. പിന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അവരും ആ കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലാണ് പെട്ടെന്ന് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പോസിബിൾ ആണ് എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള ആൻസർ. നിങ്ങളുടെ സംശയം മാറിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഇത് നമ്മുടെ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഓഫീസ് നമ്പർ ഉണ്ട്, ആ നമ്പറിലോട്ട് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ എന്താണോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.